അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അരിപ്പയിൽ വെച്ച് കുറച്ച് സമയം വെള്ളം മാറ്റിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചിക്കനുമായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഇരട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ, മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി ചെമ്പെടുക്കുക. അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇഡ്ഡലി തട്ടെന്താ വെച്ചെടുത്തു. ഒരു 2 കുഴിയിൽ നമുക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി കുഴികളിൽ നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോ കുഴിയിലായിട്ട് വെച്ച് കൊടുക്കാം. അടുത്ത തട്ടില് നമുക്ക് ഒരു 8 വെളുത്തുള്ളി അല്ലികളും പിന്നെ ഇതിലേക്ക് ഒരു 8 വറ്റൽ മുളകുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കാശ്മീരി വറ്റൽ മുളകാണ്. സാധാരണ എരിവുള്ള വറ്റൽ മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഒക്കെ വെച്ച് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽ മുളക് എടുക്കാം. ഇപ്പോൾ തട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് ആവിയേറ്റി എടുക്കാം. ഇത് ചിക്കൻ കഷ്ണങ്ങളും മുട്ടയും ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയിട്ട് ഒന്ന് കൈകൊണ്ട് നോക്കാം ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന്. ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയിട്ട് ഒന്ന് നോക്കാം ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോന്ന്. അപ്പൊ അത് ചിക്കനൊക്കെ മുറിഞ്ഞു വരുന്നുണ്ട്. ചിക്കനൊക്കെ അപ്പൊ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ചൂട് മാറിയതിന് ശേഷം മുട്ട ഇഡ്ഡലി തട്ടിൽ നിന്നും ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കാം. മുട്ടയും ഇളക്കിയെടുത്തു. ഇനി ചിക്കൻ കഷ്ണങ്ങള് കൈ കൊണ്ട് ഇതുപോലെ ചൂട് മാറിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ആക്കിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ച് എടുക്കാം. മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുക്കുക. നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ഇടാം. ആവിയേറ്റിയെടുത്ത വറ്റൽമുളകും പിന്നെ ആവിയേറ്റിയെടുത്ത വെളുത്തുള്ളി അല്ലികൾ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ യോഗർട്ട് ചേർത്ത് കൊടുക്കാം. പുളിപ്പില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ്. യോഗർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ള തൈരുണ്ടല്ലോ, തൈര് കുറച്ച് സമയം നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പയിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കട്ടിക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിലും കുറച്ച് കട്ടിയുള്ള തൈരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു പാത്രത്തിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് പിച്ച് ചീന്തി എടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പൊടി പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പച്ച കളർ ക്യാപ്സിക്കം ആണ് ഉള്ളതെങ്കിൽ അത് മാത്രം എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കാം. അപ്പൊ ചിക്കനിലെ ആവശ്യത്തിന് ഉപ്പുണ്ട്, ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് മയണൈസിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കത്തിലും അതുപോലെ തന്നെ സവാളയിലും ഉപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മയോണൈസ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ലൈസ് ബ്രെഡ് ഇതാ എടുത്തു. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഫില്ലിങ് വെക്കുക. ഒരുപാട് വലുതാക്കി അരിയരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഒരുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. വീണ്ടും ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തു. എല്ലാ ഭാഗത്തും ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഒക്കെ മതിയാവും. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം, കുട്ടികൾക്കൊക്കെ സ്കൂളിലും കൊടുത്തു വിടാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുകയാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചീസൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. മുതിർന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചീസ് ഒഴിവാക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് ചീസും കൂടെ ചേർത്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് മൊരിയിച്ചെടുക്കാം. ഇനി ചൂടായ തവയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. തവയുടെ എല്ലാ ഭാഗത്തും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഇതിലേക്ക് വെക്കാം. ഇത് നമ്മൾ ഫില്ലിങ് മാത്രം വെച്ച് കൊടുത്തിട്ടുള്ള ബ്രെഡാണ്. ഒന്ന് നമ്മൾ ചീസും കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചോട്ട് മൊരിയിച്ചെടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വരണം. ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 വശവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം മൊരിയിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ചീസ് വെക്കണമെന്നുണ്ടെങ്കിൽ ചീസ് വെച്ചിട്ടും ചെയ്യാം, ചീസ് ഇല്ലാതെ നമ്മുടെ ഫില്ലിംഗ് മാത്രം വെച്ചിട്ടും ചെയ്യാം. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ബ്രെഡ് എല്ലാം ഫില്ലിംഗ് ഒക്കെ വെച്ച് അതാ മൊരിയിച്ച് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി ഫില്ലിങ്ങോട് കൂടിയ സാൻഡ്വിച്ച് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ആണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. കടയിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്